എൽദോസ് കുന്നപ്പള്ളിയിൽ അദ്ദേഹത്തിന്റെ കാര്യമെന്ന് രാവിലെ മുതൽ വാർത്താ ചാനലിട്ട് അലക്കുക പല രീതിയിൽ. അതിന്റെ ഇടയ്ക്ക് അദ്ദേഹം ഇറങ്ങുന്നുണ്ട്. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ എൽദോസ് അവിടെ 2 വട്ടം പിന്നെ MLA ആയ ആളാണ്. 10 വർഷം ഈ മണ്ഡലത്തിൽ കവിയാണ് മണ്ഡലത്തെ പ്രതിനിധിച്ചു. അദ്ദേഹം ഡൽഹി പോയി സീറ്റിന്റെ കാര്യത്തിന് ഡൽഹി പോയിട്ട് സീറ്റില്ല എന്നറിഞ്ഞാണ് തിരിച്ചു വന്നത്. അതിനുശേഷം പ്രതിഷേധം ഉയർത്തി പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു പറഞ്ഞു. പക്ഷെ ഞാൻ കൗതുകകരമായ ഒരു കാര്യം എൽദോസിന്റെ വാർത്താ സമ്മേളനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നന്ദി വാക്ക് പറയാൻ ഇനി ഒരു നേതാവും ബാക്കിയില്ല. കാരണം ഖാർഗെ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. പിന്നെ VD സതീശൻ അദ്ദേഹത്തിന്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ പിന്നെ സ്ഥാനത്തിന് വേണ്ടി നിന്നു. രമേശ് ചെന്നിത്തല എല്ലാ ഉപദേശവും കൊടുത്ത് ഇത് ഈ സീറ്റിൽ അദ്ദേഹത്തിനെ തന്നെ ഇരുത്തണമെന്ന് പിന്നെ നേതൃത്വത്തോട് പറഞ്ഞു. അപ്പൊ ഇനി സംശയം എന്താന്ന് വെച്ചാൽ ഇത് ആരാണ് അയാൾ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ ഭാഗത്ത് ഹൈക്കമാൻഡ് തന്നെ അതാ ഞാൻ പറഞ്ഞത്. അതായത് ഇതിൽ ആരാണ് പിന്നെ അദ്ദേഹത്തെ എതിർക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. കാരണം അദ്ദേഹത്തിന് എല്ലാ നേതാക്കളും അദ്ദേഹത്തെ പറയാണ് ഞാൻ നല്ല പോർ പൊരുതി തികച്ചു ശ്വാസം കാത്തു. ബൈബിൾ വാചകം പറയാണ്. ഒരു ബൈബിൾ വാചകം എനിക്കും പറയാനുണ്ട്. തള്ളിക്കളയുന്ന കല്ല് മൂലക്കല്ലാകും എന്നാ കാര്യത്തിൽ പറയാനുള്ള കാര്യം പറഞ്ഞു. കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കാൽ ഈ പാവം പിടിച്ചവൻ എന്ന കാറ്റഗറി രാഷ്ട്രീയത്തിൽ ഇല്ലെന്ന് പറഞ്ഞാൽ പോലും വ്യക്തിപരമായ എൽദോസ് ഒരു പാവം പിടിച്ചവനാണ്. ഈ കേസുണ്ട്. എൽദോസ് കുന്നപ്പള്ളി അവിടെ മണ്ഡലത്തിലുണ്ടായിരുന്നു. ഒരു വിനയാന്വിതനാണ്. എല്ലാവരെയും പേരെടുത്ത് വിളിക്കാൻ അറിയാവുന്ന അടുത്തടുത്ത് നാടകമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനമല്ല അല്ല. പക്ഷേ ഒരു മാനദണ്ഡ വിന്നബിലിറ്റി ആണെങ്കിൽ SK ഇത്തവണ അവിടെ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥിയുടെ പേര് ബേസിൽ പോൾ എന്നുള്ളതാണ്. അദ്ദേഹം നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു. ഇപ്പൊ കേരള കോൺഗ്രസ് എമ്മിന്റെ മത്സരിക്കണം ഒറ്റയാഴ്ച മുമ്പ് വരെ. ബേസിൽ പോൾ ഞാൻ പിന്നെയും പറഞ്ഞു ജാതിയും ബന്ധം എനിക്ക് താല്പര്യമില്ല. പക്ഷെ അദ്ദേഹം യാക്കോബായ് വിഭാഗക്കാരനാണ്. യാക്കോബായ് വോട്ടുള്ള മണ്ഡലത്തിൽ ബേസിൽ പോളിനെ തോൽപ്പിക്കാൻ മനോജ് മുത്തടം കൂട്ടിയാ കൂടില്ല. ഇനി എൽദോസ് കുന്നപ്പള്ളി അവിടെ സ്വതന്ത്രമായി മത്സരിക്കുകയാണെങ്കിൽ എൽദോസ് കുന്നപ്പള്ളി ജയിക്കില്ല. പക്ഷെ അദ്ദേഹത്തെ ഒറ്റ കാര്യം ഉറപ്പിക്കാൻ പറ്റും, മനോജ് മൂത്തേടത്തിന് തോൽവി ഉറപ്പിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആ സീറ്റ് ഈ ക്രൂഷ്യൽ ഇലക്ഷനിൽ UDFന്റെ കയ്യിൽ നിന്ന് പോകുന്നു എന്നുള്ളതാണ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ നടത്തിയ ഈ കടന്നാക്രമണത്തിന്റെ ആത്യന്തിക ഫലം. എനിക്ക് ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങളിൽ തർക്കിക്കാനൊന്നുമില്ല. പക്ഷെ ഒറ്റ കാര്യം വെച്ചാൽ ഇന്ന് ഒരു പ്രകടനം നടന്നു. ആ പ്രകടനത്തിൽ അതായത് എൽദോസിന് സീറ്റ് കൊടുക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഒരു പ്രകടനമായിരുന്നു. ആ പ്രകടനത്തിൽ 7 പഞ്ചായത്ത് പ്രസിഡന്റുമാർ അതേപോലെ തന്നെ അവിടുത്തെ നഗരസഭാ അധ്യക്ഷൻ മുനിസിപ്പാലിറ്റി അധ്യക്ഷനും ഒക്കെ കൂടി പങ്കെടുത്ത ഒരു പ്രകടനമാണ്. അത് ശരിക്കും എൽദോസിന്റെ ഒരു കരുത്ത് തെളിയിക്കുന്ന ഒരു പ്രകടനമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ മത്സരിച്ചാൽ കഴിഞ്ഞ 1 വർഷമായി ഞാൻ ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വീടുകളും കയറി ഞാൻ പിന്നെ ആളുകളെ നേരിട്ട് എനിക്കറിയാം. അതുകൊണ്ട് എനിക്കൊരു ജയസാധ്യത ഉണ്ട് എന്ന ക്ലെയിം നിലനിൽക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി, ലൈംഗിക ആരോപണമായിരുന്നു ഇദ്ദേഹത്തിന് ഈ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കാൻ കാരണം. അങ്ങനെയാണെങ്കിൽ PK ശശിയുടെ കാര്യമാണ് ചോദിക്കുന്നത്. സ്ഥാനാർത്ഥിയാണ് 60 ദിവസം ജയിലിൽ കിടന്ന ഞാൻ ഒരു ദിവസം പോലും ആർമിയിലല്ല. പക്ഷേ എൽദോസ് പറഞ്ഞത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.